ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വർക്കൗട്ട് വീഡിയോ ആണ്. 10 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മസിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, യാതൊരു എക്യുപ്മെന്റ്സും ഇല്ലാതെ നമ്മുടെ മസിൽസിനെ, നമ്മുടെ ഒരു മസിൽ ലോസിനെയൊക്കെ തടയാനും ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഏജ്ഡായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് മസിൽ ലോസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു മസിൽ ലോസിനെയൊക്കെ തടയാൻ സഹായിക്കുന്ന നല്ല കിടിലൻ ഒരു വർക്കൗട്ട് പ്ലാൻ ആണ്. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങളുടെ കംപ്ലീറ്റ് മസിൽ ഗ്രൂപ്പിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കും. അതേ കണക്ക് തന്നെ നമുക്കൊരല്പം മസിൽ ബിൽഡിംഗ് ഒക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യായാമം കൊണ്ട് നിങ്ങൾക്ക് അതും സാധ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വർക്കൗട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വാട്ടാണ്. നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ സ്ക്വാട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് നിൽക്കാം. അതിനുശേഷം നിങ്ങൾ റബ്സ് ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യണം. ഓക്കെ, ഇതേപോലെ 1 2 3 4 5 6 7 8 കൺട്രോൾ ചെയ്ത് സാവധാനത്തിൽ നമ്മുടെ ആ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു മസിലിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുക. 11 12 13 14 15 16 17 ആൻഡ് 18. ഓക്കെ, 18 ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു മൈൻഡ് ആൻഡ് മസിൽ കണക്ഷൻ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് മസിൽ പാർട്സിനാണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തോട്ടുള്ള നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. നിങ്ങൾ ഒരു 18 ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നീ പുഷപ്സ് ആണ്. അപ്പം ഞാൻ ബിഗിനേഴ്സും കൂടെ സഹായമാകുന്ന രീതിയിലാണ് ഈ വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നീ പുഷപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലോട്ട് വരാം, ഇങ്ങനെ. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ വർക്കൗട്ട് ആരംഭിക്കാം. ചെസ്റ്റിനും നിങ്ങൾ ട്രൈസെപ്സിനും ഷോൾഡറിനും ഒക്കെ നല്ല എക്സസൈസ് ആണ്. തുടങ്ങാം. 1 2 3 താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ്, ബ്രീത്ത് ഔട്ട്. 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. അപ്പം 18 നമ്മൾ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ചെസ്റ്റിനും നമ്മുടെ ട്രൈസെപ്സിനും നല്ല എക്സസൈസ് ആണ് പുഷപ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നീ പുഷപ്സ് ആണ് ചെയ്തത്. 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ട് ചെയ്യാം. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് മസിലിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കിടക്കാം. ഓക്കെ, ഈ ഒരു പൊസിഷനായിരിക്കണം നിങ്ങൾ കിടക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 10. അപ്പൊ നമ്മൾ 18 ചെയ്തിട്ടുണ്ട്. നമ്മളെ ബാക്ക് മസിലിന് നല്ല ഒരു എക്സസൈസ് ആണ്. അതിന് തന്നെ നമ്മുടെ ഈ നട്ടലിൻ്റെ ഒക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ എക്സസൈസ് കൂടിയാണ്. അപ്പം 18 നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യുക. ഈ റബ്സ് നിങ്ങൾ തുടക്ക സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അല്പം കുറച്ചൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലും മാക്സിമം ഒരു 15 റബ്സ് എങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്തത് നമ്മുടെ ട്രൈസെപ്സിന് വേണ്ടിയിട്ടാണ്. ട്രൈസെപ്സ് ഡിപ്സ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പൊ കൈ ഇതേ കണക്ക് വെക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷനിലാവട്ടെ.
അതിനുശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 കൊള്ളാം, 8 9 10 11 12 13 14 15 16 17 18. നമ്മുടെ ഈ ഒരു മസിൽസ്, ഈ ട്രൈസെപ്സിന്റെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ട്രൈസെപ്സ് ഡിപ്സ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ 18 ചെയ്യുക. വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ടാണ്. ബൈസിക്കിൾ ക്രഞ്ചസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് കണക്ക് നിങ്ങൾക്ക് കൈവെക്കാം. ഓക്കെ, ബൈസിക്കിൾ ക്രഞ്ചസ് ആണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഓക്കെ, അപ്പം ഫ്രണ്ട്സ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബൈസിക്കിൾ ക്രഞ്ചസ് അല്ല ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലല്ല, സോറി, നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ക്രഞ്ചസ് ഞാൻ ചെയ്ത് കാണിച്ചത്. നിങ്ങൾ അല്പം കൂടെ എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ബൈസിക്കിൾ ക്രഞ്ചസ് ചെയ്യേണ്ടത്. ഓക്കെ, 1 2 3. ഇത് കുറെ കൂടി എഫക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം 18 റബ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക, 10 തൊട്ട് 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒബ്ലിക്സിന്റെ ഭാഗത്തെ ഈ ഒരു ഭാഗത്തെ മസിൽസിനായിട്ട് നമുക്ക് നമ്മുടെ ഹീൽ ടച്ച് എന്ന് പറയുന്ന ഒരു വർക്കൗട്ട് ചെയ്യുക. കാലുകൾ ഇങ്ങനെ വെക്കുക. ഓക്കെ, നൈസ്. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8. ഈ ഒരു ഭാഗത്തെ മസിൽസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം അത് നിങ്ങൾ 18 ചെയ്യുക. വീണ്ടും 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഡോങ്കി കിക്ക് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, ഇങ്ങനെ ഞാൻ ഈ നിൽക്കുന്നതൊക്കെ നിൽക്കാം. അതിനുശേഷം ഇത് നമ്മുടെ ഗ്ലൂട്ട്സിന്റെ മസിൽസിനും അതിനൊക്കെ ലോവർ ബാക്കിന്റെ ആ ഒരു ഭാഗത്തിനൊക്കെ നല്ല എക്സസൈസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 60 70 80. ഓക്കെ, അപ്പം ഗ്ലൂട്ട്സിന് വേണ്ടിയിട്ട് അതിനൊക്കെ നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ, ഈ ഒരു ഭാഗത്തെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി വ്യായാമമാണ്. അപ്പോൾ 18 റെപ്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത എക്സസൈസിലോട്ട് പോകാം. നമ്മുടെ ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത്, അപ്പം ഫൈനൽ വർക്കൗട്ട് എന്ന് വെച്ചാൽ നമ്മളിതാ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. ഓക്കെ, ഇതേ കണക്ക് കാലുകൾ ഈ ഒരു പൊസിഷനിൽ. അതിനുശേഷം നമുക്ക് നമ്മുടെ വർക്കൗട്ട് ആരംഭിക്കാം. കാലുകൾക്ക് നല്ല ഒരു എക്സസൈസ് ആണ്. 1
2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, come on, 16, 17, 18. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരേ സമയം തന്നെ നമ്മൾ 2 വർക്കൗട്ടുകളാണ് ചെയ്തത്, നമ്മുടെ കാഫ് മസിലിനും അതേപോലെ തന്നെ നമ്മുടെ തൈ മസിലിനും. ഓക്കെ, ഇത് നല്ല സൂപ്പർ ഒരു എക്സസൈസ് ആണ്. അപ്പം ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് റൊട്ടീൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മസിൽ ബിൽഡിങ്ങിനും മസിൽ സ്ട്രെങ്തനിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ഒരു വ്യായാമ രീതിയാണ്. അപ്പം ബിഗിനേഴ്സിനും കൂടെ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ ഈ ഒരു റബ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ചെയ്യുക. എന്നോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ വാമപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പം ഞാൻ വാമപ്പ് ഈ ഒരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടില്ല, ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് കാണണം. ഓക്കെ, അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വാമപ്പിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.